7 ജില്ലകളിൽ പോളിംഗ് ഇങ്ങനെ വളരെ സജീവമായി ഗംഭീരമായി പുരോഗമിക്കുകയാണ്. ഒട്ടുമിക്ക എല്ലാ പോളിംഗ് ബൂത്തുകളും വോട്ടർമാരുടെ നീണ്ടുനിന്നുണ്ട്. ആലപ്പുഴ കൈതവനയിലുള്ള പോളിംഗ് ബൂത്തിൽ കെ.സി. വേണുഗോപാൽ വോട്ട് രേഖപ്പെടുത്തുകയാണ്. കെ.സി. കഴിഞ്ഞ കുറേ നാളുകളെ ആലപ്പുഴ തന്നെയുണ്ട്. കെ.സി. അവിടെ തമ്പടിച്ച് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു നേതാവിനെ കേസ് കണ്ടു. ഏറ്റവും അവസാന ദിവസം കുട്ടിക്കലാശത്ത് റോഡ് ഷോ ഒക്കെ കെ.സി. വേണുഗോപാലിൻ്റെതായി ഉണ്ടായിരുന്നു. അതിന് കോൺഫറൻസ് ആലപ്പുഴയിൽ UDF-നുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇക്കുറിയും കോട്ടയായിട്ട് നിൽക്കുമെന്ന് LDF പറയുന്നുണ്ട്. എല്ലാവർക്കും വലിയ വിജയ പ്രതീക്ഷ ആലപ്പുഴയിലുണ്ട്. അല്പസമയത്തിനകം ആലപ്പുഴയിലടക്കം പോളിംഗിൻ്റെ ആദ്യ ഒരു അരമണിക്കൂർ ശതമാനമൊക്കെ പുറത്തേക്ക് വരും. ഒരു മിനിമം ഒരു 1-2 ശതമാനമൊക്കെ ഇതിനോടകം തന്നെ ആയിട്ടുണ്ട്. കാര്യം ഒട്ടുമിക്ക ബൂത്തിലൊക്കെ വോട്ടർമാർ രാവിലെയും വൈകിട്ടുമാണ് ഈ പറഞ്ഞ ബൂത്തുകളിൽ നല്ല ക്യൂ ഉണ്ടാവാറുള്ളത്. രാവിലെ കാഴ്ച വ്യത്യസ്തമല്ല. ഒട്ടുമിക്ക എല്ലാ ബൂത്തുകളിലും വോട്ടർമാരുടെ നോക്കേണ്ട നല്ല നിര, ഗംഭീരമായ നിര രാവിലെ മുതലുണ്ട്. നേരത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ വോട്ട് ചെയ്യാത്ത പോളിംഗ് ബൂത്തിൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഇപ്പോൾ വോട്ട് ചെയ്തോ എന്തോ. അപ്പോൾ എന്തായാലും അവിടെ ഈ പറയുന്ന കുറേ ആളുകൾ ഇപ്പോൾ രാവിലെ അങ്ങോട്ടേക്ക് എത്തി. അമ്മമാരൊക്കെ രാവിലെ എത്തിക്കഴിഞ്ഞ് ഇപ്പോൾ റീന സതീശൻ പറയുമായിരുന്നു, നമ്മൾ സീന മുഹമ്മദ്, ഞങ്ങൾ വോട്ട് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തി അടുക്കളയിൽ കയറി ദോശ ഉണ്ടാക്കാൻ തുടങ്ങി എന്ന് പറയുന്നത്. അപ്പം രാവിലെ പോയി വോട്ട് ചെയ്തിട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിലെ പണിയൊക്കെ ചെയ്യുക എന്ന ഉദ്ദേശം ഉണ്ടാവുമല്ലോ. ഒരു പ്രായമുള്ള അമ്മച്ചി വോട്ട് ചെയ്യാൻ അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട്. തിരുവനന്തപുരത്തെ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറ് നേരത്തെ നമ്മൾ പറഞ്ഞു. കാട്ടാക്കട, തേരിവിള, അരുവിക്കര, വെമ്പന്നൂർ, ആറ്റിങ്ങൽ, പരവൂർക്കോണം വാർഡുകളിലെ വോട്ടിംഗ് മെഷീനുകളാണ് തകരാറുള്ളത്. പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, ഈ വോട്ടിംഗ് യന്ത്ര തകരാറ് പലയിടങ്ങളിലും ചെറിയ രീതിയിലൊക്കെ കാണുന്നുണ്ട്. ഇതിപ്പോൾ തകരാറൊക്കെ പരിഹരിച്ചോ? ഷഫീദ്, എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? പറയൂ. തിരുവനന്തപുരത്ത് ഏതാണ്ട് 5ഓളം സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വോട്ടിംഗ് യന്ത്രത്തിലെ തകരാറ് കണ്ടെത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കാട്ടാക്കട പഞ്ചായത്തിലെ തേരിവിള വാർഡ്, അതേപോലെ അരുവിക്കര ഗ്രാമപഞ്ചായത്തിലെ വെമ്പന്നൂർ വാർഡ്, ആറ്റിങ്ങൽ നഗരസഭയിലെ പരവൂർക്കുളം സ്കൂളിലെ വോട്ടിംഗ് യന്ത്രം, കൂടാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത് നെയ്യാറ്റിൻകര കാരോട് ഗ്രാമവിള ചെങ്കവിള വാർഡിലെ വാർഡ്. ഇത്രയും സ്ഥലങ്ങളാണ് ഇപ്പോൾ ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായിട്ടുള്ളത്. ആര്യനാട് കീഴ്പ്പാലൂർ വാർഡിലെ 1-ാം ബൂത്തിലും മെഷീൻ തകരാറായിട്ടുണ്ട്. എന്നാൽ ഈ മെഷീനുകൾ മാറ്റിവെച്ച് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ അത് പരിഹരിച്ചത്, അല്ലെങ്കിൽ മെഷീനുകൾ റീപ്ലേസ് ചെയ്തുകൊണ്ട് പോളിംഗുമായി മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. സ്മിത, കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ദൃശ്യമായിട്ടുള്ളത് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള നല്ല മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതാണ് ജനങ്ങളുടെ പ്രതിഫലനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നിലവിലുള്ള സർക്കാരിനോട് അപ്രീതി ജനങ്ങൾക്കുണ്ടെന്നുള്ള വ്യക്തമായിട്ടും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ അവർക്ക് അപ്രീതി ഉണ്ട്. നിലവിലുള്ള ഭരണത്തോട് മടുപ്പുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചിന്താഗതി ജനങ്ങൾക്കുണ്ട്. കൃത്യമായിട്ടും പരിപാടിയുമായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി വന്നിരിക്കുന്നത്. ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് UDF-ന് അനുകൂലമായ ഒരു വോട്ടുണ്ടാകും. UDF-ന് നല്ല മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആലപ്പുഴയിലും ആ മാറ്റം ബാധകമാണല്ലോ. ഞാൻ പറഞ്ഞില്ല, പൊതുവായിട്ടുള്ളൊരു മാറ്റമാണുള്ളത്. ആ മാറ്റം ആലപ്പുഴയിലും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. തീർച്ചയായിട്ടും അനുകൂലമായിരിക്കും. നമസ്കാരം. കെ.സി. വേണുഗോപാൽ കൈതവനയിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ മടങ്ങാണ്. കൊല്ലത്ത് 2.06% പോളിംഗ് രേഖപ്പെടുത്തി. കൊച്ചിയിൽ 3% പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. തിരുവനന്തപുരത്തടക്കം 2.61% പോളിംഗ്, അങ്ങനെ 2.01% പോളിംഗ് തിരുവനന്തപുരത്ത്. അങ്ങനെ ആദ്യ ഒരു അരമണിക്കൂറിലെ പോളിംഗ് ശതമാനം വരുമ്പോൾ തീരെ മോശം പോളിംഗ് ശതമാനമല്ല. എന്നാൽ വലിയ പോളിംഗ് ശതമാനമാണോ എന്ന് ചോദിച്ചാൽ അതുവാണോ എന്നറിയില്ല. എന്തായാലും തീരെ മോശം പോളിംഗ് ശതമാനമല്ല. കഴിഞ്ഞ 2020 പോളിംഗ് ശതമാനത്തിനൊക്കെ മുകളിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കണം. കാര്യം വോട്ടർമാരുടെ വലിയ നിര എല്ലാ പോളിംഗ് ബൂത്തിലുണ്ട്. ചെറിയ ഈ ഇലക്ഷൻ വോട്ടിംഗ് മെഷീൻ തകരാറുകൾ അങ്ങനെ വ്യാപകമല്ലെങ്കിൽ കൂടിയും കുറേയധികം സ്ഥലങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.